കയ്യെത്തും ദൂരത്ത്. രചന ആസിയ പൊന്നൂസ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. രുദ്ര, നാളെ എൻ്റെ ബർത്ത്ഡേ ആണ്. ചെറിയൊരു പാർട്ടിയുണ്ട്. താൻ എന്തായാലും വരണം പ്ലീസ്. വിഷ്ണു ഒരുപാട് നിർബന്ധിച്ചപ്പോൾ അവൾ ഒടുവിൽ വരാമെന്ന് സമ്മതിച്ചു. ഹേമ അവളെ ഏൽപ്പിച്ച പണത്തിൽ നിന്ന് കുറച്ചെടുത്ത് അവൾ നല്ലൊരു ഷർട്ട് അവനായി വാങ്ങി. കോളേജിൽ വന്ന നാൾ മുതൽ ഒരു കവചം പോലെ കൂടെ നടന്നവനാണ് വിഷ്ണു. ഒരു ചേട്ടൻ്റെ സ്നേഹവും സംരക്ഷണവും ഒക്കെ അവനിൽ നിന്ന് ആവോളം കിട്ടിയിരുന്ന അവൾക്ക്. അതുകൊണ്ട് തന്നെ അവൾ നേരിട്ട് പോയി അവനുള്ള ഷർട്ട് വാങ്ങി. ഹേമയുടെ അനുവാദം വാങ്ങി അവൾ അവിടുന്ന് ഇറങ്ങി. അവൻ്റെ അച്ഛൻ്റെ ടൗണിലുള്ള ഹോട്ടൽ വെച്ചായിരുന്നു ഫംഗ്ഷൻ. അവൾ ഹോട്ടലിനുള്ളിൽ പ്രവേശിച്ചുകൊണ്ട് ചുറ്റും കണ്ണോടിച്ചു. ഒരൊറ്റ സ്റ്റാഫ് പോലും അവിടെ ഇല്ലായിരുന്നു എന്നത് അവളെ അത്ഭുതപ്പെടുത്തി. അവൾ വിഷ്ണുവിനെ വിളിക്കാനായി ഫോൺ എടുത്തു. എൻട്രൻസ് ലോക്കാവുന്ന ശബ്ദം കേട്ട് അവൾ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. എൻട്രൻസ് പൂട്ടി കീ കയ്യിലിട്ട് ഇറക്കുന്ന വിഷ്ണുവിനെ അവൾ സംശയത്തോടെ നോക്കി. എന്താ ചേട്ടാ, ബർത്ത്ഡേ സെലിബ്രേഷൻ ആണെന്ന് പറഞ്ഞിട്ട്? അവൾ പാതിൽ നിർത്തിയതും അവനൊന്ന് ചിരിച്ചുകൊണ്ട് അവൾക്ക് നേരെ വന്നു. സെലിബ്രേഷനൊക്കെ ഉണ്ട്, പക്ഷേ അത് എൻ്റെ ബർത്ത്ഡേയുടേതല്ല. ഒരു വഷളം ചിരിയോടെ ചോദ്യഭാവത്തിൽ നിൽക്കുന്ന രുദ്രയുടെ തോളിൽ അവൻ കൈവച്ചതും അവളൊന്ന് ഞെട്ടി. അവൻ അവളെ മൊത്തത്തിലൊന്ന് നോക്കിക്കൊണ്ട് താടി ഒഴിഞ്ഞു. ഇന്നേവരെ കാണാത്ത പുതിയൊരു ഭാവമായിരുന്നു അവൻ്റെ മുഖത്ത്. അവൻ്റെ കൈകൾ അവളുടെ തോളിൽ അമർന്നു. അവൾ വെറുപ്പോടെ അവൻ്റെ കൈ തട്ടിയെറിഞ്ഞു. ഇതാ രുദ്ര നിന്റെ പ്രോബ്ലം. നിനക്ക് ഇങ്ങനെയുള്ള വികാര വിചാരങ്ങളൊന്നും ഇല്ലേ? കുറേയായി ഞാൻ കടിച്ചു പിടിച്ച് നിൽക്കുന്നു. ഇനിയും നിന്റെ മുന്നിൽ മാന്യനായിട്ട് അഭിനയിക്കാൻ എനിക്ക് വയ്യ. നിന്നെ ഇങ്ങനെ കണ്ടു നിൽക്കാനുള്ള ക്ഷമയെ എനിക്കില്ല. അവൻ്റെ വാക്കുകൾ കേൾക്കവേ അവളുടെ മനസ്സിലേക്ക് ഫിദ വിഷ്ണുവിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ കടന്നു വന്നു. അതെ, താനാണ് തെറ്റുകാരി. തൻ്റെ ചിന്ത മാത്രമാണ് ശരിയെന്ന ചിന്ത ഇന്ന് തന്നെ നിലയില്ലാ കാര്യത്തിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത്. മനസ്സ് നുറുങ്ങുന്ന വേദനയിലും അവൾ അവസാനത്തെ ആശ്രയം എന്നോണം വിഷ്ണുവിനെ ദയനീയമായി നോക്കി. നിനക്കറിയോ, ഈ ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ എത്ര കഷ്ടപ്പെട്ടെന്ന്? ആദ്യമൊക്കെ ഏതോ പട്ടിക്കാട്ടിൽ നിന്ന് വന്നപ്പോൾ നിന്റെ രൂപവും വേഷവും കണ്ട് പുച്ഛായിരുന്നു എനിക്ക് നിന്നോട്. പക്ഷേ ആ മഹിക്ക് നിന്നെ ജീവനാണെന്ന് അറിഞ്ഞപ്പോൾ എന്തോ എനിക്ക് പിന്നെ നീ ഒരു തുറുപ്പ് ചീട്ടായിട്ടാണ് തോന്നിയത്. നിന്നോടൊപ്പം കൂടി നിന്നെ അവനെയും മാക്സിമം തമ്മി തള്ളിപ്പിച്ചു. അവൻ നെട്ടോട്ടോടുന്ന കാണാൻ എനിക്കൊരു ഹര, പക്ഷെ നിന്നോടുണ്ടാക്കുന്ന അവനൊരു ഹരാക്കി. അപ്പോഴാ നിന്റെ പുതിയ മേക്ക് ഓവർ. സത്യം പറഞ്ഞാൽ ഞാൻ വീണുപോയി. ഊഫ്, എന്താ ഒരു സ്ട്രക്ചർ. അവൻ അവളുടെ ഇടുപ്പിൽ പിടിക്കാനായി ചെന്നു. അവൾ ദേഷ്യത്തോടെ അവൻ്റെ കൈ തട്ടിയെറിഞ്ഞു. അത് കണ്ട് അവനൊന്ന് ചിരിച്ചു. അന്ന് ഞാൻ തീരുമാനിച്ചു, അവൻ നിന്നെ തൊടുന്നതിന് മുന്നേ എനിക്ക് നിന്റെ രുചി അറിയണമെന്ന്. അതിനുവേണ്ടി ഞാൻ തയ്യാറാക്കിയ പ്ലാൻ കൊണ്ട് ഇപ്പം നീ ഇവിടെ എത്തി നിൽക്കുന്നു. ഇതിപ്പോൾ ഞാൻ നിന്നോട് പറയുന്നത് എന്തിനാണെന്ന് അറിയോ? ആ മഹി കാരണം അപമാനവും തോൽവിയും മാത്രമേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. അവന് മുന്നിൽ ഞാൻ ജയിച്ചു. അവനെ തോൽപ്പിക്കാനും എനിക്ക് ജയിക്കാനും കാരണം നീയാ. നിന്നെ ഞാൻ വേദനിപ്പിക്കില്ല, സ്നേഹിക്കുകയേ ചെയ്യൂ. അവളെ പൊക്കിയെടുത്തുകൊണ്ട് അവൻ പറഞ്ഞതും അവൾ അവൻ്റെ കയ്യിൽ കിടന്ന് കുതിറി. വിടടാ എന്നെ! അവൾ അവൻ്റെ കയ്യിൽ കിടന്ന് അലറിയതും അവൻ അവളെ റൂമിൽ കൊണ്ടുകയറി ബെഡിലേക്ക് ഇട്ടു. അവൾക്ക് ദേഷ്യവും കരച്ചിലൊക്കെ ഒരുപോലെ വന്നു. അവളെ കൊണ്ടാവും വിധം അവനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു. അവൾ ബെഡിൽ നിന്ന് ഇറങ്ങിയോടാൻ നിന്നോ അവൻ അവളെ പിടിച്ചു വലിച്ച് ബെഡിലേക്ക് ഇട്ടുകൊണ്ട് ഷർട്ട് വലിച്ചൂരി അവൾക്ക് മേലെ അമരാൻ നിന്നോ വിൻഡോയുടെ ഗ്ലാസ് ഡോർ പൊട്ടിപ്പൊളിഞ്ഞ് വീണു. വിഷ്ണു ഒന്ന് ഞെട്ടിക്കൊണ്ട് എണീറ്റ് നിന്നും കണ്ടു. വിരലിനിടയിൽ സിഗരറ്റ് വെച്ച് അത് ആഞ്ഞു വലിച്ച് പുക ഊതി വിട്ടുകൊണ്ട് വിൻഡോ വഴി കാലകത്തേക്ക് എടുത്തു വെക്കുന്ന മഹിയെ. അവൻ സിഗരറ്റ് ആഞ്ഞു വലിച്ചുകൊണ്ട് വിഷ്ണുവിൻ്റെ മുഖത്തേക്ക് ഊതി വിട്ടു. മഹിയെ കണ്ടതും വിഷ്ണുവിൻ്റെ ഉള്ളിൽ ഭയം നിറഞ്ഞു. ചെന്നിയിൽ നിന്ന് വിയർപ്പൊഴുകി. അവനെ കൂടുതൽ ഭയപ്പെടുത്തിയത് ശാന്തമായി മുന്നിൽ നിന്ന് സിഗരറ്റ് വലിക്കുന്ന മഹിയാണ്. അവൻ പെട്ടെന്ന് മഹിയുടെ വയറ് നോക്കി ഇടിക്കാൻ പോയതും അവൻ അതേ നിൽപ്പിൽ അവൻ്റെ കൈ തടഞ്ഞു പിടിച്ചുകൊണ്ട് പുക മുകളിലേക്ക് ഊതി വിട്ടു. ഈ സമയം കൊണ്ട് രുദ്ര ബെഡിൽ നിന്ന് എണീറ്റ് മാറിയിരുന്നു. അപ്പോൾ എങ്ങനെ തുടങ്ങല്ലേ? സിഗരറ്റ് ഊറ്റി നിലത്തിട്ട് ചവിട്ടിക്കൊണ്ട് അവസാനത്തെ പുകയും ഊതി വിട്ടുകൊണ്ട് മഹി ചോദിച്ചതും വിഷ്ണു അവൻ്റെ അടുത്തിരുന്ന വെയ്സ് എടുത്ത് മഹിക്ക് നേരെ വീശിയതും മഹി കൈകൊണ്ട് അതിനെ തടഞ്ഞു. കയ്യിൽ വന്നടിച്ച് വെയ്സ് പൊട്ടി പല കഷ്ടങ്ങളായി. എന്നിട്ടൊരു ഭാവ്യത്യാസമില്ല മുന്നോട്ട് വരുന്ന മഹിയെ പകപ്പോടെ അവൻ നോക്കി നിന്നു. രുദ്രയെ സ്വന്തമാക്കാനുള്ള വെറിയിൽ ഡോർ ലോക്ക് ചെയ്ത് വെച്ച നിമിഷത്തെ പഴിച്ചുകൊണ്ട് അവൻ മഹിക്ക് മുന്നിൽ നിന്നു. പാഴ്ശ്രമമാണെന്ന് അറിഞ്ഞിട്ടുകൂടി വിഷ്ണു വീണ്ടും അവൻ ഇടിക്കാൻ കൈയോങ്ങിയതും മഹി ആ കൈ പിടിച്ച് തന്നിലേക്ക് തിരിച്ചു. കൈ പിറകിലേക്ക് വെച്ചുകൊണ്ട് ഒന്നുകൂടി ഒന്ന് അമർത്തിയതും എല്ലോടി എന്ന ശബ്ദവും ഒപ്പാവൻ്റെ അലർച്ചയും ആ മുറിയിൽ മുഴങ്ങി കേട്ടു. അതേ കയ്യിൽ പിടിച്ചു വലിച്ച് അവനെ തിരിച്ചു നിർത്തിക്കൊണ്ട് അവൻ്റെ താടിയുടെ അടിഭാഗത്തു കൂടി മഹി മുഷ്ടിയിരുട്ടി ഇടിച്ചതും വായിൽ നിന്നും ചോരയും പല്ലും മുകളിലേക്ക് തെറിച്ചു. രുദ്ര കണ്ണുകൾ ഇറുക്കിയടച്ച് നിന്നു. ഞാനായിരുന്നെങ്കിൽ എൻ്റെ കരണടിച്ച് പൊളിക്കല്ലോ നീ. ഇത്രയും ചെയ്ത് ഇവനോടെന്താടി നിന്റെ ശൗര്യം കാണിക്കാത്തേ? നോക്കി നിൽക്കാതെ കൊടുക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ വന്ന് കൊടുക്കടി. അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. അവൾ പേടിയോടെ നിന്നു. വന്ന് അടിക്കടി! അവൻ അലറിയതും അവൾ അവനടുത്തേക്ക് ചെന്നു. വിഷ്ണുവിൻ്റെ മുഖത്തേക്ക് നോക്കിയതും ഇതുവരെ അവൻ ചെയ്തതൊക്കെ അവളുടെ മനസ്സിലേക്ക് വന്നു. കണ്ണുകൾ ചുവന്നു. അവളുടെ ദേഷ്യം തീരുന്നവരെ അവൾ ഇരുകരണത്തും മാറി മാറി അടിച്ചു. അവളുടെ വക കഴിഞ്ഞതും മഹി അവൻ്റെ മുടിയിൽ പിടിച്ച് അവൻ്റെ തലകൊണ്ട് ചുമരിലിടിച്ചു.
തലയിൽ നിന്ന് ചോര ഒഴുകിയിറങ്ങി. കയ്യിൽ കിട്ടിയ വയസ്സ് കൊണ്ട് തലക്കിട്ടൊന്ന് കൊടുത്തു ഒന്നാടിക്കൊണ്ട് വിഷ്ണു മുട്ടൂത്തിയിരുന്നു. മഹി എന്നെ കൊല്ലല്ലേ. അവൻ മഹിയുടെ കാലിൽ പിടിച്ച് പറഞ്ഞതും മഹി അവനെ മുടിയിൽ പിടിച്ച് വലിച്ച് എണീപ്പിച്ചുകൊണ്ട് അവന്റെ നെഞ്ചിലെ വാരിയലുകളൊക്കെ പൊടിഞ്ഞു പോകുന്ന വിധത്തിൽ ഇടിച്ചു. ആ ഒറ്റ ഇടിയെ വേണ്ടി വന്നുള്ളൂ വിഷ്ണു നിലംപതിക്കാൻ. ആ നിമിഷം അവന്റെ മുഖത്തെ ശാന്തതയ്ക്ക് മാറി ഒരു ക്രൂരഭാവം വന്നിരുന്നു. നിലത്ത് കിടന്ന് വേദനയോട് അലറുന്ന വിഷ്ണുവിനെ നെഞ്ചിൽ ചവിട്ടിക്കൊണ്ട് മഹി ഒരു ചെയർ വലിച്ചിട്ട് അവനടുത്തായി ഇരുന്നു. ടേബിളിൽ ഫ്രൂട്ട്സിനോടൊപ്പം വെച്ചിരുന്ന കത്തിയെടുത്ത് അവന്റെ കയ്യിൽ ഒരു സൈക്കോയെ പോലെ അവൻ വരഞ്ഞു. കത്തി കയ്യിൽ മുറിവുണ്ടാക്കിയതും വിഷ്ണു വലിയ വായിൽ കരഞ്ഞു. ആ കത്തി അവന്റെ ഉള്ളം കയ്യിൽ കുത്തിയിറക്കിയതും അവൻ തൊണ്ട പൊട്ടും വിധം മലറി. രുദ്ര ഇതൊന്നും കണ്ടു നിൽക്കാൻ കഴിയാതെ മുഖം തിരിച്ചു. അവൾക്ക് അന്നേരം മഹിയെ നോക്കാൻ വല്ലാത്ത പേടി തോന്നി. ആ കത്തി കൊണ്ട് അവന്റെ ദേഹത്ത് മുഴുവൻ അവൻ അമർത്തി വരഞ്ഞു. കുറെ നേരം അവന്റെ അലർച്ചകൾ കേട്ടു. കരച്ചിലൊന്ന് നേർത്തു വന്നോ രുദ്ര അങ്ങോട്ടേക്ക് നോക്കി. നീ എന്താടാ കരുതിയേ? ഇവളെ നിനക്കങ്ങ് വിട്ടു തന്നിട്ട് ഞാൻ അതും കണ്ടങ്ങ് മാറി നിൽക്കുന്നോ? എന്റേതായിട്ടുള്ള ഒന്നും വേറൊരുത്തിന് കൊടുത്ത് ഈ മഹിക്ക് ശീലമില്ല. ഞാൻ എൻ്റെ പെണ്ണിനെ നിന്റെ കൈവാക്കിന് വിട്ടുതരുന്ന് ചിന്തിച്ചെടുത്താണ് നിനക്ക് തെറ്റുപറ്റിയത്. ഞാനുണ്ടായിരുന്നടാ നിന്റെ പുറകെ. അതറിയാതെ പോയതാ നിനക്ക് പറ്റിയ അടുത്ത തെറ്റ്. നിന്നെ ഞാൻ ഓരോ തവണയും വെറുതെ വിടുന്നത് നീ എനിക്കൊരു എതിരാളിയെ അല്ലാത്തതുകൊണ്ടാ. പക്ഷേ ഇന്ന് നീ എൻ്റെ പകക്ക് ഇരയാവും. കാരണം നീ തൊട്ടത് മഹാദേവന്റെ പെണ്ണിനെയാ. ഇനി ഒരുത്തനും ഇവളെ തൊടാൻ ധൈര്യം കാണിക്കരുത്. വന്യമായ ഭാവത്തോടെ അത്രയും പറഞ്ഞുകൊണ്ട് അവൻ വിഷ്ണുവിന്റെ നെഞ്ചിൽ കത്തി കുത്തിയിറക്കാൻ തുടങ്ങിയതും രുദ്ര ഓടി വന്ന് ആ കത്തി തട്ടിയെറിഞ്ഞു. മഹി ദേഷ്യത്താൽ ചുവന്ന കണ്ണുകളോടെ അവളെ നോക്കി. പ്ലീസ് കൊല്ലല്ലേ. കണ്ണു നിറച്ചുകൊണ്ട് അവൾ പറഞ്ഞതും അവനത് കാണാൻ കഴിയാതെ മുഖം തിരിച്ചുകൊണ്ട് ഒന്ന് ശ്വാസം വലിച്ചു വിട്ടുകൊണ്ട് അവനൊരു ചവിട്ടുകൂടി കൊടുത്തുകൊണ്ട് ടേബിളിൽ നിന്ന് കീ എടുത്ത് ഡോറ് തുറന്നു. ഇനിയും എന്തിനാടി ഇങ്ങനെ നിൽക്കുന്നേ? കിട്ടിയൊന്നും പോരെ. വിഷ്ണുവിനെ അറപ്പോട് നോക്കി നിൽക്കുന്ന അവൾ നോക്കി അവൻ ദേഷ്യത്തോടെ പറഞ്ഞതും അവൾ വേഗം അവൻ്റെ അടുത്തേക്ക് പോയി. കയ്യിലുണ്ടായിരുന്ന കീ കൊണ്ട് എൻട്രൻസ് തുറന്ന് മഹി പുറത്തേക്ക് ഇറങ്ങിയതും പിന്നാലെ അവൾ ഇറങ്ങി. അവളെ കൂട്ടാതെ വേഗം നടന്നു പോകുന്ന മഹിയുടെ പിന്നാലെ അവൾ ഓടി. ഞാനുണ്ട്. ജിപ്സിലേക്ക് കയറിക്കൊണ്ടുപോകാൻ നിൽക്കുന്ന അവനെ നോക്കി അവൾ പറഞ്ഞതും ഇങ്ങോട്ട് വന്ന് എൻ്റെ കൂടെ അല്ലല്ലോ, വന്ന പോലെ അങ്ങ് പോയാൽ മതി. അവൻ പുച്ഛത്തോടെ പറഞ്ഞതും അവളുടെ മുഖം കടുത്തു. പക്ഷേ തെറ്റ് തൻ്റെ ഭാഗത്താണെന്നുള്ള ബോധ്യമുള്ളതുകൊണ്ട് അവളൊന്നും മിണ്ടിയില്ല. മുന്നോട്ടെടുക്കുന്ന മഹി അവൾ പറഞ്ഞു കേട്ടൊന്ന് നിന്നു. സത്യം അറിയാതെ അന്ന് വായിൽ വന്നൊക്കെ വിളിച്ചു പറഞ്ഞതിന് സംശയത്തോടെ നോക്കുന്ന അവനെ നോക്കി പറഞ്ഞതും അവൻ്റെ മുഖത്ത് പുച്ഛം നിറഞ്ഞു. അവളെ ഒന്ന് പുച്ഛിച്ചുകൊണ്ട് അവൻ അവിടുന്ന് പോയതും അവളൊരു ദീർഘനിശ്വാസത്തോടെ അതും നോക്കി നിന്നു. ഹേയ് രുദ്ര. പരിചിതമായ ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. അവൾ തിരിഞ്ഞതും യൂണിഫോമിൽ ജീപ്പിൽ വന്നിറങ്ങിയ ഋഷി അവളുടെ നേർക്ക് വന്നു. എന്താ ഇവിടെ? അവൻ ചിരിയോടെ ചോദിച്ചതും അവളൊന്നും മിണ്ടിയില്ല. കം, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അവൻ്റെ ക്ഷണം അവൾ നിരസിച്ചെങ്കിലും അവൻ അവൾ നിർബന്ധിച്ച് കൊണ്ടുപോയി. രുദ്ര, നമുക്കൊരിടം വരെ പോയാലോ? അവൻ്റെ ചോദ്യത്തിന് സംശയത്തോടെ നോക്കുന്ന അവളുടെ മറുപടി കാക്കാതെ അവൻ ജീപ്പ് വളച്ചു. എന്തോ ഒന്നും ചോദിക്കാൻ അവൾ മുതിർന്നില്ല. കുറച്ച് മുന്നേ നടന്ന സംഭവത്തിൽ തന്നെ മനസ്സ് കുരുങ്ങി കിടക്കുന്നു. മഹിയുടെ മുഖം മനസ്സിലേക്ക് വന്നു. നിന്റെ മനസ്സ് നിറയെ വിഷമാണെന്ന് അറിയാൻ വൈകിപ്പോയി. നിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചു. നീ ഒരു മൃഗാണെന്ന് ഞാൻ അറിഞ്ഞില്ല. സ്നേഹിച്ച പെണ്ണിനെ വരെ കൂട്ടിക്കൊടുക്കാൻ പോലും മടിക്കാത്ത മൃഗമാണെന്ന്. മഹിയുടെ മുഖത്ത് നോക്കി ഒട്ടും മയമില്ലാതെ പറഞ്ഞ ആ രംഗം അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നു. ഉള്ളിൽ കുറ്റബോധം തോന്നി. അവനോട് അങ്ങനെയൊക്കെ പറഞ്ഞതിൽ അവൾക്ക് സ്വയം പുച്ഛം തോന്നി. മഹി വന്നില്ലായിരുന്നെങ്കിൽ ആ അവസ്ഥയോർത്ത് അവളുടെ കണ്ണിൽ കണ്ണുനീർ ഉരുണ്ടുകൂടി. ഋഷി കാണാതെ അവളത് തുടച്ചു മാറ്റി. ഋഷി എന്തൊക്കെയോ പറയുന്നുണ്ടെങ്കിലും അവളതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. എല്ലാത്തിനും മൂളിക്കൊണ്ട് അവൾ പുറത്തേക്ക് നോക്കിയിരുന്നു. കുറച്ച് സമയത്തിനുള്ളിൽ ആ ജീപ്പ് അത്യാവശ്യം വലിപ്പമുള്ളൊരു വീടിന് മുന്നിൽ ചെന്ന് നിന്നു. ഇറങ്ങ്. ഋഷിയുടെ ശബ്ദം കേട്ടാണ് അവൾ ചിന്തയിൽ നിന്ന് ഉണർന്നത്. അവൾ ചുറ്റുമൊന്ന് നോക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. അമ്മേ, അമ്മേ. ഋഷി അകത്തേക്ക് നോക്കി വിളിച്ചതും അംബിക വേഗം പുറത്തേക്ക് വന്നു. എന്തിനാണ് കിടന്നാൽ? രുദ്രയെ കണ്ടതും അംബിക അത് മുഴുമിപ്പിക്കാതെ മോളെയെന്ന് വിളിച്ച് അവളുടെ അടുത്തേക്ക് ഓടി. മോളെ. അവരവളുടെ കവിളിൽ കൈവച്ചുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചു. സന്തോഷം കൊണ്ട് അവരുടെ കണ്ണുകൾ നിറഞ്ഞു. അകത്തേക്ക് വാ മോളെ. അംബിക അവളുടെ കൈ പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. മോൾക്ക് അച്ചമ്മയെ കാണണ്ടേ? അംബിക ചോദിച്ചതിന് വേണമെന്നർത്ഥത്തിൽ അവൾ തലകുലുക്കി. അംബിക അവളെയും കൂട്ടി അടുത്തുള്ള മുറിയിലേക്ക് നടന്നു. ബെഡിൽ തളർന്നു കിടക്കുന്ന ആ രൂപത്തിൽ അവളുടെ കണ്ണുകൾ തറഞ്ഞു നിന്നു. പണ്ട് അച്ഛൻ അമ്മയെക്കുറിച്ച് വാതോരാതെ പറയുന്നത് മനസ്സിലേക്ക് കടന്നു വന്നു. കണ്ണുകൾ നിറഞ്ഞു വന്നു. അവൾ അച്ചമ്മയുടെ അടുത്തായി ഇരുന്നു. അച്ചമ്മേ. അവൾ ഇടർച്ചയോടെ വിളിച്ചതും അവർ കണ്ണുകൾ പതിയെ തുറന്നു. മുന്നിലിരിക്കുന്ന രുദ്രയെ സംശയത്തോടെ അവർ നോക്കിയതും നമ്മുടെ അശോകേട്ടൻ്റെ മോളാമേത്? അംബിക സന്തോഷത്തോടെ പറഞ്ഞതും അവരുടെ കണ്ണുകൾ നിറഞ്ഞു. ആണോ എന്നർത്ഥത്തിൽ അവർ രുദ്രയെ നോക്കിയതും അവൾ തലയാട്ടി.
മോളെ. വിറക്കുന്ന ചുണ്ടുകളോടെ അവർ വിളിച്ചതും അവൾ അവരുടെ കൈയെടുത്ത് ചുണ്ടോട് ചേർത്തു. അവരെണീറ്റിരിക്കാൻ ശ്രമിക്കുന്ന കണ്ടതും അംബിക അവളും കൂടി സഹായിച്ചു. നേരെ ഇരുന്നതും അച്ഛമ്മ അവളെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. അപ്പുമോനെ കൂടി കൊണ്ടുവരായിരുന്നു. സ്നേഹപ്രകടനങ്ങളൊക്കെ ഒരുവിധം കഴിഞ്ഞതും അംബിക അവളോട് പറഞ്ഞു. ആ ബെസ്റ്റ്, ഇതിനെ തന്നെ എനിക്ക് വഴിയിൽ കിട്ടിയതാ. ഋഷി ചിരിയോടെ പറഞ്ഞതും രുദ്ര ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു. അയ്യോ, മോളെ കണ്ട സന്തോഷത്തിലൊന്നും കൊടുക്കാൻ പറ്റിയില്ല. ഞാൻ മോൾക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം. അതും പറഞ്ഞ് അംബിക കിച്ചണിലോട്ട് പോയതും ഋഷി എണീറ്റ് മുത്തശ്ശിയുടെ അടുത്ത് രുദ്രക്ക് ഓപ്പോസിറ്റായിരുന്നു. മോളിനി എങ്ങോട്ടും പോകണ്ട, അപ്പുമോനെയും കൂടി കൊണ്ടുവരണം. ഈ അച്ചമ്മയുടെ കണ്ണടയുന്ന കാലം വരെ നിങ്ങൾ ഇവിടെ വേണം. അതുവരെ എനിക്ക് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കണം. അച്ചമ്മ അവളുടെ തലയിൽ തലോടി പറഞ്ഞതും അപ്പൊ മോളാരെങ്കിലും കെട്ടിക്കൊണ്ടുപോയാലോ? പുറത്തുനിന്ന് കയറി വന്ന ഋഷിയുടെ അച്ഛൻ പറഞ്ഞതും അവരയാളെ നോക്കി. ആളെ മനസ്സിലാഞ്ഞിട്ടാവണം അവൾ സംശയത്തോടെ നോക്കുന്നുണ്ട്. അതിന് ഞങ്ങൾ ഇവളെ പുറത്തു കൊടുത്തിട്ട് വേണ്ടേ? ഞങ്ങൾ ഇവളതെ ഈ ഋഷിയെ കൊണ്ട് കെട്ടിക്കും. അപ്പൊ പിന്നെ എന്നും മോൾ ഇവിടെ കാണുമല്ലോ. അത് കേട്ടതും ഋഷിയുടെ മുഖം തെളിഞ്ഞു. ഞെട്ടലോടെ നോക്കുന്ന രുദ്രയെ നോക്കി അവനൊരു കള്ളച്ചിരി ചിരിച്ചു. അല്ല, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ചുമ്മാ ഓരോന്ന് പറഞ്ഞ്. ഉള്ളിലെ സന്തോഷം മറച്ചു പിടിച്ചുകൊണ്ട് അവൻ അവിടുന്ന് എണീറ്റു. കണ്ടോ കണ്ടോ, കല്യാണക്കാര്യം പറഞ്ഞപ്പോൾ അവൻ്റെ ഒരു നാണം. അവൻ്റെ അച്ഛൻ ദേവൻ അവനെ കളിയാക്കിയതും അച്ഛനും കൂടി തുടങ്ങല്ലേ. ദേവനെ നോക്കി കൈകൂപ്പിക്കൊണ്ട് ഇറങ്ങിപ്പോകുന്ന ഋഷിയെ നോക്കി അവർ പൊട്ടിച്ചിരിച്ചു. അത് കേട്ടതും അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു. മഹി, മഹി, ഈ ഡോറും തുറക്ക്. ഹേമ മഹിയുടെ മുറിയുടെ ഡോറിൽ തട്ടിക്കൊണ്ട് വിളിച്ചു. ഡാ, രുദ്ര ഇതുവരെ വന്നിട്ടില്ല, നീ ഒന്ന് പോയി നോക്ക്. അവൻ ഡോറിൽ ഹേമ പരിഭ്രമത്തോടെ പറഞ്ഞു. എനിക്ക് പറ്റില്ല. അവള് പോകുന്നിടത്തൊക്കെ പിന്നാലെ ചെന്ന് അന്വേഷിക്കാൻ അവളെൻ്റെ ആരാ? അമ്മ ഒന്ന് പോയേ. അവൻ ദേഷ്യത്തിൽ പറഞ്ഞു. മഹി മോനെ, രുദ്രമോള് ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടി രാവിലെ ഇവിടുന്ന് പോയതാ. ഇപ്പൊ നേരെ സന്ധ്യ കഴിഞ്ഞു, ഇതുവരെ വന്നിട്ടില്ല. വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. എനിക്കെന്തോ പേടി തോന്നുന്നു. ഒന്ന് പോയി നോക്കടാ. അത് പറഞ്ഞപ്പോൾ രാവിലെ അവൻ അവളെ ഹോട്ടലിന് മുമ്പിൽ വിട്ടു വന്ന ഓർമ്മ വന്നു. ഒരു നിമിഷം ക്രൂരമായി ചിരിക്കുന്ന വിഷ്ണുവിന്റെ മുഖം മനസ്സിലേക്ക് വന്നു. നിന്ന നിൽപ്പിൽ ബൈക്കിന്റെ കീയും എടുത്ത് അവൻ പുറത്തേക്ക് ഓടി. അവളെ അവിടെ വിട്ടിട്ട് വരാൻ തോന്നിയ നിമിഷത്തെ ശപിച്ചുകൊണ്ട് അവൻ ബൈക്കുമായി കുതിച്ചു. പലതവണ അവളുടെ ഫോണിൽ വിളിച്ചെങ്കിലും റിങ് ചെയ്യുന്നല്ലാതെ എടുക്കുന്നുണ്ടായിരുന്നില്ല. അവൻ നേരെ ആ ഹോട്ടലിലേക്ക് പോയി. അവിടെ മുഴുവൻ അന്വേഷിച്ചിട്ടും ഒരു വിവരവും കിട്ടിയില്ല. വിഷ്ണു അവിടെ ഉണ്ടായിരുന്നില്ല. അവൻ്റെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു. മനസ്സിൽ അകാരണമായ ഭയം ഉടലെടുത്തു. അവൻ ആ ടൗൺ മുഴുവൻ അലഞ്ഞു. ഓരോ സ്ഥലവും കയറിയിറങ്ങി പരിശോധിക്കാനുള്ള ഓട്ടത്തിലായിരുന്നവൻ. ഓടി ഓടി തളർന്ന് ശ്വാസം വിലക്കിയപ്പോൾ അവൻ തളർച്ചയോടെ നിലത്തേക്കിരുന്നു. കണ്ണുകൾ എന്തിനോ വേണ്ടി നിറഞ്ഞു. അവനോട് തന്നെ ദേഷ്യവും വെറുപ്പും തോന്നിയ നിമിഷം. എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ അവൻ വീട്ടിലേക്ക് തിരിച്ചു വന്ന് കയറിയതും വീട്ടുമുറ്റത്തൊരു കാർ വന്നു നിന്നും ഒരുമിച്ചായിരുന്നു. അതിൽ നിന്ന് ഇറങ്ങി വരുന്ന രുദ്രയെ കണ്ടതും ജീവൻ തിരിച്ചു കിട്ടിയ പോലെയായിരുന്നു അവന്. ഇത്രയും നേരം അവൻ അനുഭവിച്ച സംഘർഷം മനസ്സിലേക്ക് വന്നു. അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി. അവളുടെ ഒപ്പം ഇറങ്ങി വരുന്ന ഋഷിയെ കൂടി കണ്ടതും അവൻ്റെ നിയന്ത്രണം വിട്ടുപോയി. ഇതുവരെ എവിടെയായിരുന്നു നീ? മുഷ്ടി ഉരുട്ടിപ്പിടിച്ച് ദേഷ്യം നിയന്ത്രിച്ചുകൊണ്ട് അവൻ ചോദിച്ചതും. അവൾ എൻ്റെ വീട്ടിലായിരുന്നു. ഋഷിയുടെ മറുപടി കേട്ടതും വലിയ ശബ്ദത്തോടെ മഹിയുടെ കരങ്ങളിൽ രുദ്രയുടെ കവിളത്ത് പതിഞ്ഞു. ഡാ! ഋഷി അവന്റെ നെഞ്ചിൽ പിടിച്ച് തള്ളിയതും ചുവന്ന് കറങ്ങിയ കണ്ണുകൾ കൊണ്ട് മഹിയൊന്ന് തുറിച്ചു നോക്കി. എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല. എനിക്ക് സംസാരിക്കേണ്ടതേ ഇവളോടാ. അനിഷ്ടത്തോടെ ഋഷിയുടെ മുഖത്ത് നോക്കി പറഞ്ഞുകൊണ്ട് അവൻ രുദ്രയുടെ നേർക്ക് തിരിഞ്ഞു. നിന്റെ ഫോൺ എവിടെ? ശബ്ദം കുറിച്ചവൻ ചോദിച്ചു. അപ്പോൾ അവൾ ബാഗിൽ നിന്ന് ഫോൺ പുറത്തേക്ക് എടുത്തു. ഫോൺ കണ്ടത് അവൾ ഞെട്ടി. 76 മിസ് കോള്. ഫോൺ സൈലന്റിലായിരുന്നുകൊണ്ട് അവൾ ഫോൺ റിങ് ചെയ്ത് അറിഞ്ഞിരുന്നില്ല. അവൾ ഫോൺ പുറത്തേക്ക് എടുത്തു. മഹി അത് പിടിച്ചു വാങ്ങി നിലത്തേക്ക് എറിഞ്ഞ് പൊട്ടിച്ചു. ശബ്ദം കേട്ടാണ് മുത്തശ്ശിയും ഹേമയും സത്യനും സൂര്യനൊക്കെ ഇറങ്ങി വന്ന്. രുദ്രയെ കണ്ടതും അവരുടെ ഉള്ളിലൊരു ആശ്വാസമുണ്ടായി. വിളിച്ചാൽ എടുക്കാൻ കഴിയാത്ത ഫോണ് നിനക്കിനി വേണ്ട. അവളെ നോക്കി അവൻ ദേഷ്യത്തോടെ പറഞ്ഞതും അവൾ പേടിയോടെ തലതാഴ്ത്തി നിന്നു. നീ ആരെന്നാണ് നിന്റെ വിചാരം? നിന്നെ വിളിച്ചിട്ട് കിട്ടായിരുന്നപ്പോ ഇവിടെയുള്ളവർ ഉള്ളുരിക്കുക എത്രയും നേരം കഴിഞ്ഞ്. നിനക്കെന്താ ബോധമല്ലേ? വൈകിയെ വിളിച്ചു പറയാനല്ലേ നിനക്ക് ഫോൺ വാങ്ങി തന്നെ? അതോ ഇനി രാവിലെ ഞാൻ കൂട്ടാവന്നതിന് നീ പ്രതീക്ഷിച്ചാണോ? അവൻ ദേഷ്യത്തോട് ചോദിച്ചതും അവൾ കണ്ണു നിറച്ചവനെ നോക്കി. അവൾക്ക് അപ്പോഴാണ് അതേക്കുറിച്ചുള്ള ചിന്ത വന്നത്. ആരെയൊന്ന് വിളിച്ചു പറയാനുള്ള മനസ്സുപോലും കാണിച്ചില്ലല്ലോ എന്നോർത്ത് അവൾക്ക് വല്ലാത്ത കുറ്റബോധം തോന്നി. ഡാ മതി അവളെ വഴക്ക് പറഞ്ഞ്. ഓളുവാ. ഹേമ അവൾ അകത്തേക്ക് കൊണ്ടുപോകാൻ തുനിഞ്ഞതും മഹി അവരെ തടഞ്ഞു. തന്നിഷ്ടത്തിന് നടക്കാനാണെങ്കിൽ അതിവിടെ പറ്റില്ല. ഇനിയും നിന്നെ തേടി നാട് മുഴുവൻ അലയാൻ ഇവിടെ ആർക്കും സൗകര്യമില്ല. അതുകൊണ്ട് എങ്ങോട്ടാണെന്ന് വെച്ചാൽ പോയിക്കോ. മഹി ദേഷ്യത്തോടെ പറയുന്നേട്ട് അവൾ ഞെട്ടി. മഹി! സത്യൻ ദേഷ്യത്തിൽ വിളിച്ചതും അവൻ സത്യന് നേരെ തിരിഞ്ഞു. ഇല്ലച്ചാ, നിങ്ങൾ കുറച്ചുപേര് ഇത്രയും നേരം ഇവിടെ നിന്ന് ഒടുക്കിയില്ലേ? പട്ടിയെ പോലെ നാട് മുഴുവൻ ഞാൻ ഇവൾക്ക് വേണ്ടി അറിഞ്ഞപ്പോ ഇവൾ ആരെയൊന്നും വിളിച്ചു പോലും പറയാതെ നമ്മളെയൊക്കെ തീ തിരിച്ചില്ലേ? ഇവള് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാധാന്യം തന്നിരുന്നെങ്കിൽ
നിങ്ങളോട് ഇവള് വിളിച്ച് പറഞ്ഞേനെ. പോട്ടെ, അങ്ങോട്ട് എത്ര തവണ വിളിച്ചു, എടുത്തോ ഇവള്. നിങ്ങളൊക്കെ ഇവളിങ്ങനെ തലയിൽ കയറ്റി വെച്ചതിന്റെ കൂലിയാ ഇതൊക്കെ. മഹി ഉള്ളിലെ അമർഷവും ദേഷ്യമൊക്കെ അവളോട് വാക്കുകളിലൂടെ തീർത്തു. എങ്ങോട്ടാണെന്ന് വെച്ചാ പോടി. മഹി അലറിയതും അവൾ പേടിയോടെ പിന്നിലേക്ക് വെച്ചതും ഋഷി അവളെ താങ്ങി പിടിച്ചു. അതേ, ഇങ്ങനെ ആട്ടിയിറക്കാൻ ഇവൾ പോകാൻ വേറൊരു ഇടല്ലാത്തവളല്ല. ഇവളെ സ്വീകരിക്കാൻ ഞാനും എൻ്റെ ഫാമിലി എന്നുണ്ടാവും. വാരുദ്ര. ഋഷി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ നിറകണ്ണുകളോടെ എല്ലാവരെയും നോക്കി. നീ ആരടാ എൻ്റെ കുടുംബകാര്യത്തിൽ ഇടപെടാൻ? ഞങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളും കാണും. നീ അതിനിടയിൽ കാര്യം ഉണ്ടാക്കാൻ വരണ്ട. നീ നോക്കിൽക്കാ, അകത്ത് കയറി പൊടി. ഋഷിയെ നോക്കി അമർഷത്തോടെ പറഞ്ഞുകൊണ്ട് അവനടുത്തായി നിൽക്കുന്ന രുദ്രയെ നോക്കി അവൻ അലറിയതും അവൾ വിശ്വാസം വരാതെ നിറകണ്ണുകളോട് അവനെ നോക്കി. പറഞ്ഞേ കേട്ടില്ലേ, കയറി പോവാൻ. ഋഷി പിടിച്ചിരിക്കുന്ന അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചു മാറ്റിക്കൊണ്ട് അവൻ പറഞ്ഞതും അവൾ അകത്തേക്ക് ഓടിക്കയറി. പിന്നാലെ ഹേമയും സത്യനും എല്ലാവരും കയറിപ്പോയതും മഹി ഋഷിക്ക് നേരെ തിരിഞ്ഞു. എത്ര കാലം നിങ്ങൾ അവളെ ഞങ്ങളിൽ നിന്ന് അകറ്റും? മഹിയെ നോക്കി മാറി കൈയും കെട്ടി അവൻ ചോദിച്ചതും മഹി അവനെ ഒന്ന് പുച്ഛിച്ചു. എന്തായാലും അധിക നാൾ ഉണ്ടാവില്ല. വൈകാതെ എൻ്റെ പെണ്ണായി അവൾ എന്നോടൊപ്പം ഉണ്ടാവും. ഒരുതരം വാശിയോട് ഋഷി അത് പറഞ്ഞതും മഹി ഒന്ന് ചിരിച്ചു. ഓൾ ദി ബെസ്റ്റ്. ഒരു പരിഹാസ്യതയോടെ മഹി അവിടുന്ന് പോയതും ഋഷി കാറിൽ കയറി അവിടുന്ന് പോയി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.